ഹായ് ഹലോ നമസ്കാരം. ശക്തി ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഇയർ എൻഡ് സെയിലാണ് കേട്ടോ, അല്ലെങ്കിൽ ക്ലിയറൻസ് സെയിലോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഞാൻ ഇനി കോംബോ ഓഫർ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ വലിയ പ്രശ്നമാണ് വീട്ടിൽ. എനിക്ക് 2 ചേച്ചിമാരുണ്ട്. അവളുമാരെന്നെ വിളിക്കുന്നത് തന്നെ ഇപ്പോൾ കോംബോ വരുന്നു എന്നാണ് പറയാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയായിരുന്നു. അപ്പോൾ മൂത്ത ചേച്ചി കുറച്ച് ദൂരെ മാറിയാണ് താമസിക്കുന്നത്. അപ്പം മൂത്തവൾ രണ്ടാമത്തവളെ വിളിച്ചിരിക്കുന്നത്, എടി കോംബോ റെഡി ആയോടി എന്ന്. വീട്ടിലതാ അങ്ങനെ ഇപ്പം എന്നെ സംബോധന ചെയ്യുന്നത്. പിള്ളേർ വിളിക്കുന്നത് തള്ളുവണ്ടി, തള്ള്, ഉന്തുവണ്ടി ഇങ്ങനെയൊക്കെ വിളിക്കുക. ഞാൻ നിങ്ങളുടെ കമൻ്റൊക്കെ വായിച്ച് കേൾപ്പിക്കേ ഉണ്ടോ, ഇങ്ങനെയൊക്കെ എന്നെപ്പറ്റി പറയുന്നതെന്നൊക്കെ ഒന്ന് ഞെളിയാൻ വേണ്ടി പറയും. എവിടെ ആര് കേൾക്കാൻ. അതിന് അവരെന്നോട് പറഞ്ഞാൽ ഞാൻ തള്ളുകയെന്നാണ് പറയുന്നത്. ഇവന്മാരൊക്കെ മാറിയിരുന്ന് പമ്മിയിരുന്ന് ഈ കമൻ്റൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവരുടെ ഒരു മിടുക്കം എന്താണെന്ന് വെച്ചാൽ അവളുമാർ സമ്മതിച്ചു തരത്തില്ല. എൻ്റെ അല്ലേ ചേച്ചിമാർ, അവളുമാർ സമ്മതിക്കത്തില്ലല്ലോ. ആർക്ക് വേണമെന്ന് അവരുടെയൊക്കെ സമ്മതം ഇല്ലയോ. കണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ നേരത്തെയുള്ള പ്ലാൻസ് കേട്ടോ. ഇതൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ. നമ്മുടെ നമ്പർ അറിയാമല്ലോ, 8848296441. ഇനി നമുക്ക് നമ്മുടെ ഓഫറിലേക്ക് പോവാം. ഈശ്വര, കോംബോ ഓഫറിലേക്ക് പോവാം. അണ്ണാ മൂത്താലും മരം കയറ്റം മറക്കുകയെല്ലാം നല്ല പറയുന്നത്. നമുക്ക് കോംബോയിലേക്ക് പോകാം കേട്ടോ. ഒന്നാമത്തെ കോംബോ, ഇതിലേത് പ്ലാന്റിനും, അതായത് ഇത്രയും പ്ലാന്റിനും കൂടെ ഒരു സെറ്റ് 700 രൂപ കേട്ടോ. നോക്കിയോ, ഇത് ഒന്നാമത്തെ കോംബോ. വലിയ പ്ലാന്റൊക്കെ എല്ലാം കേട്ടോ. ഇത് രണ്ടാമത്തെ കോംബോ. ഇത് മൂന്നാമത്തെ കോംബോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ പനാമയുടെ കേട്ടോ. ഇതൊക്കെ സെപ്പറേറ്റ് ഒരു കുഞ്ഞു തൈ വാങ്ങിക്കണമെങ്കിലും 400 രൂപയൊക്കെ വേണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സീഡ്ലിങ്സ് അല്ല, ഇത് നല്ല പ്ലാന്റ് കേട്ടോ. ഇത് നോക്കിക്കോ, ഇത് മൂന്നാമത്തെ കോംബോ. ഇത് 4. നാലാമത്തെ. ഇത് 5ാമത്തെ കോംബോ. 5. ഇത് 6ാമത്തെ. 6. ഇത് 7ാമത്തെ കോംബോ. ഈ വലിയ പ്ലാന്റ് അതിൽ ഉൾപ്പെട്ട കേട്ടോ. നിങ്ങളവർക്ക് ഞാൻ മറന്നു വെച്ചെന്നാ, മറന്നതല്ല. 7ാമത്തെ. ഇത് 8ാമത്തെ. ഈ വെയിൽ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്ലാന്റിന് ഇങ്ങനെ നിറം തോന്നുന്നത്. 8ാമത്തെ. 9. അതിനകത്ത് ലെക്സബിൻ്റെ കേട്ടോ, മെച്ചുറായിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെ കേട്ടോ. 9. എന്നിട്ടൊന്ന് 10 ഉണ്ടല്ലോ. 10ാമത്തെ. ഇത് നമ്മുടെ പിങ്ക് ക്യാബേജ് കേട്ടോ. 10. 10 കോംബോ ഉള്ളത് കേട്ടോ. 10 ഇപ്പോൾ കണ്ടല്ലോ. ഇത് ഇത്രയും നമ്മുടെ 700 രൂപയുടെ കോംബോ കേട്ടോ. ഈ 10. ഇനി 1000 രൂപയുടെ കോംബോ ഉണ്ട് കേട്ടോ. അതാർക്കെങ്കിലും വേണേൽ പറയണം. 1000 രൂപയുടെ കോംബോയിൽ മദർ പ്ലാന്റ്സ് മാത്രം കേട്ടോ. മദർ പ്ലാന്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല കിടിലൻ പ്ലാന്റ്സ് കേട്ടോ. തൊണ്ടയിലൊരു കിഷ് ഇതാ ഒന്നാമത്തെ പ്ലാന്റ്. തൊണ്ടയിലൊരു കിച്ച് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഈ കിടന്ന് വായിട്ടടിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളോട് ഈ അടിക്കിട്ട് വായിട്ടടിക്കില്ലേ, ഇത് പറഞ്ഞ പോലെ വീട്ടിലും ഉണ്ടോ. 2. 2ാമത്തെ കോംബോ. 3. ഇതൊക്കെ ഒറ്റയ്ക്ക് 700 800-നും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുള്ളവർ പറയും, അമ്പടി ഇവിടെ ഞങ്ങളെ ഊറ്റിപ്പിഴിയുമായിരുന്നു എന്ന് പറയും. അങ്ങനെ ചിന്തിക്കല്ലോ കേട്ടോ. ഇത് എനിക്ക് പുതിയ പ്ലാന്റ്സ് കുറച്ച് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, അത് വെക്കാനുള്ള സൗകര്യത്തിന് ഇതൊന്ന് വിറ്റ് തീർക്കുകയാണേ. വൃത്തികേടുകൊണ്ടാണ് കേട്ടോ. 5. 5ാമത്തെ. 5, 6.
എല്ലാം 1000 രൂപ കേട്ടോ. 7 7 8 കണ്ടല്ലോ 8 9. ഇത് 9 തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒരെണ്ണം കൂടെ വെക്കണം വിചാരിച്ചു, പക്ഷേ പ്ലാന്റ്സ് എടുക്കാൻ പറ്റിയില്ല. 9 കേട്ടോ. ഇത് ഇത്രയും 1000 രൂപയുടെ കോംബോയാണ്. ഇതിനകത്ത് ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയണം കേട്ടോ. 1000 രൂപയാണ്. ഇത് ഒറ്റയ്ക്ക് നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഇതിന് 700-800 രൂപയാണ് ഓരോ പ്ലാന്റ്സിൻ്റെയും വില. അത്രയും വിലയുള്ള പ്ലാന്റ്സാണിത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് വിറ്റ് മാറ്റാതെ പറ്റില്ല. എത്രയാണ് ഞാൻ പറഞ്ഞത്? 9 എണ്ണമല്ലേ പറഞ്ഞേ? ഒന്നുണ്ട് കേട്ടോ. ഇത് 10ാമത്തെ. ഇത് 10. ഇത്രയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാമല്ലോ, മെസ്സേജ് ചെയ്യണേ. പിന്നെ ഇനി വേറെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇതിനകത്ത് ഏതെങ്കിലും പ്ലാന്റ് വേണം പറയണം കേട്ടോ. നമ്മൾ കോംബോയാക്കി ഇടാൻ പറ്റുമോ നോക്കാം. പറ്റുമെങ്കിൽ നമുക്കത് ചെയ്യാം. എന്തായാലും ഇതെല്ലാം വിറ്റ് മാറണം, അല്ലെങ്കിൽ എനിക്കിനി അടുത്ത ചെടികൾ നമുക്ക് വെക്കാൻ പറ്റുന്നില്ല. തട്ടൊക്കെ ഒന്ന് ഒഴിഞ്ഞാലേ പറ്റുള്ളൂ. ഇത് നമുക്ക് കോംബോയിൽ ഇടാൻ പറ്റില്ല എന്നേ. എന്താ വെച്ചാൽ ഇതൊക്കെ അത്രയും റെയർ പ്ലാന്റ്സും റേറ്റ് ഉള്ളതോ. ഇത് ഒരെണ്ണം തന്നെ 650 രൂപയ്ക്കൊക്കെയാണ് നമുക്ക് വരിക. അപ്പം നമ്മളത് എങ്ങനെ അങ്ങോട്ട് സെയിൽ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കോംബോയിൽ ഇടാൻ പറ്റും. ഇത് കണ്ടോ, ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ നല്ല നല്ല പ്ലാന്റ്സാണ്. ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഒക്കെ വന്നേക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണേൽ പറയണേ. ഇത് ബ്ലാക്ക് ക്യാരറ്റ്. ഇപ്പം നമ്മുടെ ട്വിസ്റ്റഡ് റെഡ് വെറൈറ്റി. അതിൻ്റെ പ്ലാന്റ് എടുത്ത് കാണിക്കാം. കണ്ടോ, ടൈഗർ ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്. അങ്ങനെ എല്ലാം നല്ല കിടലും പ്ലാന്റ്സാണ് വന്നേക്കുന്നത് കേട്ടോ. എനിക്ക് വേണമെങ്കിൽ പറയണേ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഇനി നമുക്ക് 10 തവണ പറയാം. പിന്നെ എന്താണ് വിശേഷങ്ങൾ പറയും. എനിക്കൊരു വിശേഷം നിങ്ങളോട് പറയാറുണ്ട് കേട്ടോ. കഴിഞ്ഞ നമ്മുടെ ഒരു കോംബോയിൽ കുറച്ച് പ്ലാന്റ്സ് എടുത്തിരുന്നു. സുജ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. 650 രൂപയുടെ പ്ലാന്റ് ഇല്ലേ കോംബോയിൽ വന്നേ, അതായിരുന്നു കേട്ടോ. അത് വാങ്ങിച്ചിട്ട് പുള്ളിക്കാരത്തി എന്നോട് ചോദിച്ചു, ഇതിന് എന്തൊക്കെയാണ് ചേർക്കുക, എങ്ങനെ ഇത് വെക്കാം പോട്ടി മിക്സ്. ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ട് മണൽ വേണം. ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചു, മണൽ വേണം അല്ലേ? നമ്മുടെ ഇവിടെ മണലിന് വലിയ പാടാ. അത് സാരമില്ല, കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അവിടെ പോയി വാരി എടുത്തോണ്ട് വരാമെന്ന്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 650 രൂപയുടെ ഒരു കുറച്ച് ചെടിയും നടാനായിട്ട് കുറച്ച് മണ്ണ് വരാൻ പുള്ളിക്കാരത്തിൽ കൊട്ടയൊക്കെ ആയിട്ട് പോയെന്ന് വിചാരിക്കുക. സങ്കല്പമാണ്. എന്നിട്ട് മണ്ണുമൊക്കെ ആയിട്ട് നമ്മുടെ മണലും വാരിക്കൊണ്ട് പൊങ്ങി വരുമ്പോൾ പുരസ്കാരം കൊടുക്കാനായിട്ട് അവിടെ കാക്കയൊക്കെ ഇട്ട് കുറച്ച് പേര് അവിടെ കാത്തു നിൽക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച്. ഞങ്ങൾ രണ്ടും കൂടെ തന്നെ അത് പറഞ്ഞ് ഒരുപാട് ചിരിച്ചു. അതാണ് നമ്മുടെ അത്ര കോൺഫിഡൻറ്റ് ലെവലുള്ള അത്ര വൈബുള്ളവരാണ് നമ്മുടെ കസ്റ്റമേഴ്സ്. അതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ തള്ളാതിരിക്കും? നിങ്ങൾ തന്നെ പറയും. നിങ്ങളൊറ്റ ഒരാളാണ് എന്നെ ഇങ്ങനെ തള്ളാൻ പഠിപ്പിച്ച. സത്യം പറഞ്ഞ നിങ്ങളുടെ ഈ പ്രചോദനം ഉണ്ടല്ലോ, അതാണ് ഞാനിങ്ങനെ തള്ളുവണ്ടിയായിട്ട് പോയത് കേട്ടോ. പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു നല്ല ഒരു സെയിൽ നടന്നു. അത് ഏറ്റവും രസകരമായിട്ട് ഒരു അമ്മയാണ് കേട്ടോ. കരുവാറ്റ എന്നാണ് വന്നത്. കരുവാറ്റ സ്ഥലത്തുനിന്ന് അമ്മയുടെ ചെറുമകളും കൂടിയാണ് വന്നത്. എൻ്റെ പൊന്നും, അമ്മയുടെ ഒരു വൈബെന്ന് പറഞ്ഞാൽ അടാറൊരു സംഭവമായിപ്പോയി കേട്ടോ. അമ്മയുടെ കൊച്ചുമകളും കൂടെ മകളുടെ മകളും കൂടിയാണ് വന്നത്. കൊച്ചുമോള് ബാംഗ്ലൂർ ജോലി മറ്റാണെന്ന് കുട്ടിക്ക്. അപ്പോൾ ഇവിടെ വന്നിട്ട് അമ്മ കസേരയൊക്കെ ഇട്ട്, എന്നിട്ട് അമ്മ ഇരിക്കമ്മയെന്ന് പറഞ്ഞാൽ അമ്മ ഇരിക്കില്ല, ഓടുക. എന്താ ആ ചെടി വേണം ഈ ചെടി വേണം, അമ്മ വാരി എടുക്കുന്ന പോലെ. അത് അത്രയ്ക്ക് ഇഷ്ടമാണ്. അമ്മ എനിക്ക് ശരിക്കും സന്തോഷം തോന്നി. എൻ്റെ അമ്മ ഇതുപോലെ ആയിരുന്നു. ചെടി എവിടെ കണ്ടാലും വിടില്ല. അതിപ്പോൾ എത്ര രൂപയെന്ന് പറഞ്ഞാലും അമ്മ വാങ്ങിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു അമ്മയായിരുന്നു അത് കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. അമ്മ വന്ന്
രാധ എന്നാ അമ്മയുടെ പേര് കേട്ടോ. അമ്മ വന്നിട്ട് ചെടിയൊക്കെ എടുത്തപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അയച്ചു കൊടുത്ത പ്ലാന്റിൽ കാലിക്കറ്റുള്ള മുഹമ്മദ് കോയ എന്നാണ് എൻ്റെ പ്ലാന്റ് വാങ്ങിച്ച അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ചെറുമകൾക്ക് വേണ്ടിയിട്ട് പ്ലാന്റ് വാങ്ങിയത് എൻ്റെ കേട്ടോ. കൊച്ചുമോൾക്ക് ചെടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് മോളാണിങ്ങനെ ചെടി വേണമെന്ന് ബഹളം വെച്ച് വാങ്ങിയെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് ഒരു പ്ലാന്റ് നശിച്ചു പോയി. നമ്മൾ കൊറിയർ ചെയ്ത് അയച്ച് അവിടെ കിട്ടി നട്ടപ്പോൾ എന്തോ അഴുകിപ്പോയി എന്ന് പറഞ്ഞു. പാവം, അത് ഭയങ്കര സങ്കടമായിപ്പോയി. കൊച്ചുമോൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഇത്ര ഇഷ്ടത്തോടെ വാങ്ങിയതല്ലേ ആ ഒരു ചെടി. അപ്പം എനിക്ക് വല്ലാതെ ഒരു സന്തോഷം തോന്നി. എന്താ വെച്ചാൽ അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള മനസ്സ് കൊച്ചുമോൾ വഴക്കുണ്ടാക്കിയപ്പോൾ പക്ഷെ ചെടി നശിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴേലും ഞാൻ അദ്ദേഹത്തിന് ഏത് ചെടിയാണോ വേണ്ടത് അത് ഞാൻ വേറെ നല്ല ഒരു ചെടി കൊറിയർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല നിങ്ങളുടെ ആരുടെയെങ്കിലും പ്ലാന്റ്സ് എന്തെങ്കിലും കേടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മൾ 1 രൂപ മുടക്കി ഒരു ചെടി വാങ്ങിച്ചാൽ ആ 1 രൂപയ്ക്ക് 1 രൂപയുടേതായ വിലയുണ്ടല്ലോ. അതുണ്ടാക്കാൻ നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നു ഇല്ലേ. അപ്പോൾ അതൊരെണ്ണം നമുക്ക് പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമാണ്. നമ്മുടെ അച്ഛനൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ആ 1 രൂപ നമ്മളെ പഠിപ്പിക്കാനും വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു കാലം ഉണ്ടാക്കിയെന്ന് നമ്മളൊന്ന് ഓർത്തേ. അപ്പോൾ ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടില്ല എങ്കിൽ പോലും ആ 1 രൂപ ഉണ്ടാക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിന് ഒരു പ്ലാന്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഇടുന്ന കമൻറ്റുകൾ എൻ്റെ പൊന്നടാവേ ഒരക്ഷയില്ല. ഞാൻ വീട്ടിലെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വൈകുന്നേരം എല്ലാവരും TV കാണാനൊക്കെ ഇരിക്കുമല്ലോ ഒന്നേ. അപ്പം ഞാൻ ഈ കമൻസൊക്കെ മൊബൈലുമായിട്ട് അവിടെ പോയിട്ട് അവരുടെ മുന്നിൽ പോയിരിക്കും. ഞാൻ ഇരിക്കുന്ന കാണുമ്പോഴേ സൈഡിൽ നിന്ന് ഓരോരുത്തർ എഴുന്നേറ്റ് അവരുടെ പാട്ടിന് പോകും. അയ്യോ, പിന്നെന്ത് ചെയ്യും? എനിക്ക് സങ്കടമാവും. ഞാൻ പറയുന്നത് കേൾക്കണ്ടേ. അപ്പോൾ എനിക്ക് വാശിയാവും, സങ്കടത്തെ വാശി കൂടും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഒച്ചത്തിൽ അങ്ങോട്ട് വായിക്കും. നിങ്ങളുടെ കമൻ്റൊക്കെ അങ്ങ് ഒച്ചത്തിൽ. ചേച്ചിയുടെ സംസാരം കേൾക്കാൻ നല്ലതാണ്, ഉർവശി ചേച്ചിയുടെ കൂട്ട് സംസാരം പോലെ തോന്നി, പിന്നെന്താണ് ചേച്ചിയുടെ പ്ലാന്റ്സും അത്ര ഹെൽത്തിയാണ്, അങ്ങനെ നിങ്ങളുടെ ഓരോ കമൻറ്റും ഞാൻ അങ്ങനെ ഒച്ചത്തിലങ്ങോട്ട് ആലറി വായിക്കും. അപ്പോൾ ഇവരൊക്കെ അവരുടെ മുറികളിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടെന്ന് ഇവളുമാരൊക്കെ, എന്നിട്ട് സമ്മതിച്ചു തരത്തില്ല. അതാണ് ഇവളുമാരുടെ ഒരു കുഴപ്പം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾക്കിവിടെ ഒരു ബായി ഉണ്ട് കേട്ടോ. അത്യാവശ്യം എൻ്റെ ചെടികളിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ബായിയാണ്. റോബിൻ മണ്ടേൽ എന്നാണ് ഭായിയുടെ പേര്. ഞാൻ ഭായിയെ കാണിക്കാം കേട്ടോ. ഭായി ദേഖോ, ഇതാണ് ഞങ്ങളുടെ ഭായി. ബോലോ നാം ക്യാ ഹേ ഭായി? റോബിൻ മണ്ടൽ. കണ്ടോ ഇതാണ് ഞങ്ങളുടെ റോബിൻ മണ്ടൽ ഭായി. സ്ഥലം എവിടെയാ പറയും? കൽക്കട്ട. കണ്ടോ, ഞാൻ മലയാളം പറയും, ഭായി ഹിന്ദി പറയും. ഇപ്പോൾ ഭായിയുടെ ഹിന്ദിയും മറന്നു, ഞങ്ങളുടെ മലയാളം മറന്നു. ഹായ് ബോലോ ഭായ്. ഓക്കെ, ചെടി വാങ്ങിക്കാൻ പറ, ചെടിയൊക്കെ വാങ്ങിച്ചോളാൻ പറ. കോംബോ എന്ന് പറ, കോംബോ പറയൂ, കോംബോ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ, സബ്സ്ക്രൈബ്. അത്രയൊക്കെ മതി. ഓക്കെ, ബൈ പറ. ഓക്കെ, കണ്ടോ ഞാൻ ഞങ്ങളുടെ ഭായി കേട്ടോ. ഭായിയാണല്ലേ ചെടിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഭായി അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ ഒരു 7-8 വർഷമായി നമ്മുടെ കൂടെ കൂടിയിട്ട ആൾ. പുള്ളി മലയാളം അറിയായിരിക്കും, പക്ഷെ അങ്ങനെ പറയില്ല. അത് കാരണം നമ്മളെന്ത് ചെയ്യും, നമുക്ക് ഹിന്ദി അറിയാവോ, നമ്മൾ വെച്ച് വിളക്കും. നമുക്ക് അറിയാവുന്ന ഹിന്ദി വെച്ച് അലക്കും. എന്താ ഭായി ഇതറാവോ, ഭായി ഉതറാവോ. അയ്യോ, ഒടി പിന്നെ ആംഗ്യം കാണിക്കും. ഞാൻ ഭായിയോട് സംസാരിക്കുന്ന ആംഗ്യം കാണിക്കും കൂടുതലും. എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആംഗ്യം കാണിക്കും, അതെടുത്തോണ്ടോ ഇതെടുത്തോണ്ടോന്നൊക്കെ പറയണമെങ്കിൽ. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. ഇനി ഒരു കസ്റ്റമർ എന്നോട് പറഞ്ഞിരുന്നു, ഇതൊക്കെ ഞാൻ നമ്മുടെ ചെടിയുടെ സീഡ്ലിങ്സ് ഇങ്ങനെ വരില്ലേ, അതൊക്കെ പൊട്ടിച്ച് വെച്ചിരുന്നു കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലെത്തും ഫ്രീ ആയിട്ട്, പൈസക്കല്ല കേട്ടോ, ഫ്രീ ആയിട്ട്. അതിന് വേണ്ടി ഇച്ചിരി വളർത്തിക്കൊണ്ടിരുന്നതായിട്ട് വെച്ചേക്കുന്നത് കണ്ടല്ലോ. ഒരാൾ എന്നോട് പറഞ്ഞു ഒരു ചെടി റിപ്പോർട്ട് ചെയ്യുന്നത് കാണിക്കണമെന്ന്. അപ്പം ഞാൻ ഒരു ശരി കാണിച്ചേക്കാം. ഇതുപോലെ ഒരു പോട്ട് എടുത്തു, അതിനകത്ത് ഞാൻ ഇഷ്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇതെല്ലാം സെറ്റുമ ആയിട്ടിരിക്കുകയാണ്. ഇനി അത്യാവശ്യം വേണ്ടത് മണലാണ്.
കേട്ടോ. മണൽ നമ്മുടെ മരിച്ചെടുക്കുന്ന നമ്മുടെ നെഞ്ചത്ത് റീത്ത് വെക്കുന്ന പോലെ ഈ റീത്തല്ല, ഇത് എന്തുവാ, സാഫ്. ഇത് സാഫാണ്. ഇത് പെർലൈറ്റ്. ഇത് ചകിരിച്ചോറ്. ഇത് എന്തുവാ, ചകിരിച്ചോറല്ല, വെർമി കമ്പോസ്റ്റ്. ഇത് ഇത്രയും ചകിരിച്ചോറ്, വെർമി കമ്പോസ്റ്റ്, മണൽ, സാഫ്, ഇത് നമ്മുടെ പെർലൈറ്റ്. പിന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കാമേ. മണലിനകത്ത് കേട്ടോ, വീട് വാർക്കാനോ വല്ലതും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിച്ചാൽ തരാം. മണലല്ല കേട്ടോ, ആ കല്ല് കണ്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കാണുന്നുണ്ടല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും നമുക്ക് വേണ്ടത് മണലാണ് കേട്ടോ. ഇതെൻ്റെ പമ്പ്, മരുന്ന് സ്പ്രേ ചെയ്യുന്ന പമ്പാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ മിക്കപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോയിൽ നിശബ്ദമായ ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഉണ്ട് കേട്ടോ. ബ്രൗണി ബാ, വായോ ബാ. കണ്ടോ, ഇത് ഇവളുടെ പേര് ബ്രൗണി എന്നാണ് കേട്ടോ. വന്നു പോയി, വിളിച്ചതിന് മാത്രം വന്നു. ഇനി അത് വിളിച്ചിട്ട് അനുസരിച്ചില്ല എന്ന് വേണ്ടെന്നായിരിക്കും. എൻ്റെ ജീവൻ്റെ ജീവനാണ് അവൾ കേട്ടോ. ഞാൻ എന്നേക്കാൾ കൂടുതൽ അവളെ ഒന്ന് സ്നേഹിക്കുന്നു, സത്യം പറഞ്ഞ. അത്രയ്ക്കും നല്ല ഒരു കക്ഷിയാണ് അവൾ കേട്ടോ. പട്ടി എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമില്ല അവളെ, കാരണം അത്രയ്ക്കും നല്ല സ്നേഹമാണ് അവൾക്ക് കേട്ടോ. സത്യമാകാൻ പറയുന്നു. നമ്മളുടെയൊക്കെ വീട്ടിൽ മിണ്ടാപ്രാണിയെ വളർത്തുമ്പോൾ നമുക്കറിയാം അതിന് നമ്മളോടുള്ള സ്നേഹം എത്രയാണ്. അതൊക്കെ പോട്ടെ. നമ്മൾ കോഴിക്കട്ടയൊക്കെ വെക്കുമ്പം മാവിനകത്ത് പീരയും ശർക്കരയും ഒക്കെ കൊടുത്ത് കുഴക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ എല്ലാം കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് ഓടും കഷ്ണം വെച്ചു, പോട്ടെ, മിക്സ് ഇതാകണ്ടോ. ഇതിനകത്ത് ഇപ്പം നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും എന്ത് ചെയ്യും, സംഭവിക്കും, ഇത് കട്ട പിടിക്കില്ല കണ്ടോ. മണലാണിത് കൂടുതൽ. ഇത് വളമൊന്നും ചേർത്തിട്ടില്ല കണ്ടല്ലോ, നിങ്ങളെ കാണിക്കാതെ ഞാനൊന്നും ചേർത്തിട്ടില്ല. ഇവനെ അങ്ങോട്ട് കണ്ടോ വെച്ചു. ഇനി നമ്മൾ ഈ ചെടി നമ്മൾ എടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഇത് നമ്മുടെ കയ്യിൽ ഇനി പോരും. ഇത്രയും പേരുണ്ട് ഇതിന് കണ്ടല്ലോ നിങ്ങൾ. പിന്നെ മണ്ണോ പോട്ടിങ്സോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കണ്ടോ. ഇതിവർ എന്താ തണ്ട് കട്ട് ചെയ്ത് ക്ലിപ്പിച്ചിട്ടിരിക്കുന്ന കണ്ടോ. ഇങ്ങനത്തെ പ്ലാന്റ്സ് കിട്ടുന്നതാണ് എപ്പോഴും നല്ലത്, അല്ലാതെ മറ്റ് പ്ലാന്റിലും നല്ലത് കട്ട് ചെയ്ത് പിടിപ്പിച്ച് വരത്തില്ലേ. ഇതാണ് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. ഈ പ്ലാന്റ് നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ. ഇങ്ങനെ കുഴിയെടുക്കുക, പിന്നെ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. കണ്ടോ, നമുക്ക് ഈ മണ്ണ് ലോക്ക് കഴിഞ്ഞു. ഞാനെൻ്റെ ഈ ഒറ്റ കൈ കൊണ്ടാണ് പ്രയോഗിച്ചോണ്ടോ. കണ്ടോ, കഷ്ടപ്പെടുന്നവൻ്റെ കൈ കണ്ടോ നിങ്ങൾ. കരിപുരണ്ട ജീവിതം കണ്ടോ. അയ്യോ, റീപ്പോട്ട് കഴിഞ്ഞു. വെറുതെ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണം നമ്മൾ കേക്കൊക്കെ വെക്കും. എന്നിട്ട് കൈയും കൊണ്ട് ചെറുതായിട്ട്, വേരലൊന്നും കൊണ്ടില്ലല്ലോ നമ്മൾ, കൂടുതൽ കൈ കൊണ്ട് എന്തെങ്കിലും അതിനെ വിഷമിപ്പിച്ചു. ചെടി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവനൊരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകില്ല, നശിച്ചു പോകത്തില്ല. നമ്മുടെ റീപ്പോട്ടിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കണ്ടല്ലോ. ഉണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ പോട്ടിങ്. മണൽ കൂടുതൽ. ഇനി ഇത് പിടിക്കും, ഒരു 2 ആഴ്ച കൊണ്ട് ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ. ഇത് പിടിച്ച് കിട്ടിക്കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചല്ലോ 19 അത് സ്പ്രേ ചെയ്യും ഞാൻ. അപ്പോൾ നന്നായിട്ട് വളർന്നു വരും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വിശേഷം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. ഓടിച്ചിട്ട് പോവല്ലേ. കണ്ട് പോവാം, സോദിച്ച് പോകാമെന്ന് പറഞ്ഞ പോലെ കണ്ട് പോവാം നമുക്ക്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ വീഡിയോ എല്ലാവരും കാണുക. ഈ സെയിലിന് ഇട്ടിരിക്കുന്ന പ്ലാന്റ്സ് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക.
പിന്നെന്താണ്, എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം സബ് ചെയ്ത ആൾക്കാരൊക്കെ അങ്ങനെ കൂടി വരുന്നുണ്ട്. സന്തോഷമുണ്ട് കേട്ടോ, സന്തോഷമുണ്ട് തിരുമേനി, സന്തോഷമുണ്ട്. ഇതാ ഒരു ഓന്തിനെ കണ്ട, ഇപ്പം നമ്മൾ ഈ ചെടിയിൽ നിന്ന് കയറിയതാ കണ്ടോ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഓന്തിനെ കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെ പറയുമെന്നറിയില്ല, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഓന്തിനെ കണ്ട ഉടനെ പൊക്കിളിൻ്റെ അവിടെ കൈ വെച്ച് അമർത്തി പിടിക്കും, പൊക്കിള് കടിക്കുമെന്ന് പറഞ്ഞ്. കണ്ടതേണ്ട ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ. നേരെ പണ്ട് അങ്ങനെ പറയായിരുന്നു, ഓന്ത് ചാടി പൊക്കിളെ കടിക്കുമെന്ന് പറയായിരുന്നു. അയ്യോ അങ്ങനെ എന്തെല്ലാം പറയും. അതുപോലെ തന്നെ കോഴിവാല് പോലെ ആയിരിക്കും നമ്മുടെ തലമുടി. അപ്പോൾ ഈ പണ്ട് ഞങ്ങളുടെ ഇടയ്ക്ക് അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ ആനയൊക്കെ പോകുമല്ലോ, അപ്പോൾ ആനപ്പിണ്ടത്തെ ചവിട്ടിയ തലമുടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പടപടേന്നെല്ലാം കൂടെ കയറി ചവിട്ടുമായിരുന്നു. അങ്ങനെയൊരു കാലമായിരുന്നു. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ. ഓക്കേ.